ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആംബുലൻസിലാണ്. രാഹുൽ മച്ചാൻ്റെ കൂടെയാണ്. ഞങ്ങളൊന്ന് വെള്ളാങ്ങല്ലൂർ വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി പോണ വഴിക്ക് നമുക്ക് കാണാം. രാഹുൽ മച്ചാൻ വണ്ടിയുടെ ഉള്ളിലെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓട്ടോ പേഷ്യൻ്റ് ഒന്നുമല്ല, സാധാരണ ഒരു നോർമലായിട്ട് ഉള്ളൊരു പേഷ്യൻ്റ്. പനിനീര് തെളിയാൻ ദുർഗന്ധം. അപ്പോൾ നമ്മുടെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു, തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനിപ്പോൾ സമാധാനത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി എമർജൻസി ആയിരുന്നു, അപ്പം അത് കാരണം കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ മച്ചാൻ്റെ റിസ്ക് പിടിച്ച് ഡ്രൈവിങ് കഴിഞ്ഞ് ഇപ്പോൾ സമാധാനത്തിൽ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടുപേർക്കും. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ റോഡ് പെസക തന്നെയാണ്. ഓൾ കേരള എന്ന് പറയുന്ന പോലെ ഓൾ തൃശ്ശൂർ റോഡ് പ്രശ്നമാണ്. അല്ലാണ്ടൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഞാൻ അവനോട് ചുമ്മാ ചോദിച്ചേ എവിടെ നിന്നുള്ള റോഡ് തൊട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ പറയാം ഇനിയുള്ളതൊക്കെ കംപ്ലൈൻറ്റ് തന്നെയാണ്. എന്താ ചെയ്യാനേ, വണ്ടിയുടെ പണിക്കറ്റും കഴിയുന്നു. ചിലപ്പല്ല ഇപ്പോൾ അവിടുന്ന് ചെന്ന് കയറുന്നതോട്ട് വെച്ചാൽ അതെ ഇനിയാണ് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പിണറായി പറഞ്ഞ പോലെ ന്യൂയോർക്ക് റോഡാണ്. എളുപ്പമല്ല, ഗംഭീരാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വ്യൂ കാണിച്ചു തരാം. അതാണ്ടില്ലേ, ന്യൂയോർക്ക് സിറ്റിയിലേക്ക് നമ്മൾ കടക്കുന്നു. അവിടെ എക്സസൈസ് റോട്ട് കൂടെയൊക്കെയാണ് നേരത്തെ നമ്മൾ പടച്ച് അലക്കി പോന്നെ. എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല, അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തു. അവിടുന്ന് ഞങ്ങൾ പിന്നെ കുഴപ്പമില്ലാണ്ട് എത്തി. ഇനി പെസക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് സയന്നും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അവിടുന്ന് നിസ്സാര സമയം കൊണ്ട് വന്നു. ഇനി നമുക്ക് ഉള്ള ബ്ലോക്കൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പോകാന്ന് പറയാൻ തന്നെയുണ്ട്. വേറെ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ കൂടെ ഒരു കാറുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എവിടെ എത്തിയെന്നുള്ളതിന് റോട്ടിൽ വെച്ച് നോക്കാം. കാരണം അത്രയധികം ബ്ലോക്കുണ്ടായിരുന്നു. ഞങ്ങൾ കയറി പോകുന്നുണ്ടായിരുന്നു. അയാളത് ഇതുവരെയായിട്ട് അവിടെ എത്തിയിട്ട് കണ്ടിട്ടില്ല. ഈ റോട്ടിലെങ്ങനെ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. ഉള്ളത് കൊടുങ്ങല്ലൂര് തൃശ്ശൂർ റൂട്ടിലാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു പോകണം. ഇപ്പോൾ അവിടെ മറ്റേ വീണ്ടും കോൺക്രീറ്റ് ഇടുന്ന റോഡിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇതന്നെ വരുന്നവരൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകണമെന്നാണ് അവരുടെ നിഗമനം. എളുപ്പമില്ല. ഇപ്പം സമയമാണെങ്കിൽ ഇരുട്ടാവാറായി തുടങ്ങി. മഴയില്ല, അതെന്നെ ഭാഗ്യം. ഇതിൻ്റെ കൂടെ ഇനി അതും കൂടി ഉണ്ടെങ്കിൽ തകർത്തു. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോവും. ഈ വഴി നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ഇതുവരെയായിട്ടും നമ്മുടെ മറ്റേ ഒപ്പം ഉണ്ടായിരുന്ന കാറിന് കണ്ടിട്ടില്ലേ, നമ്മളിവിടെ എത്തി തിരിച്ചു പോകണം. അത്രയധികം ബ്ലോക്കാണ്. ഇത് കണ്ടില്ലേ, അറ്റത്തേക്ക് കാണുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ ബ്ലോക്കിൻ്റെ ഒരു ഇതാണ്, റോഡ് പണിയുടെ ഒരു ഭാഗമായിട്ട്. നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു ലെഫ്റ്റ് തിരിഞ്ഞു പോകും. അത് സ്വിഫ്റ്റാ.
നമ്മളിനി ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ഇനി അങ്ങനെ പോവുക. അപ്പല്ലേ ഇത് ഏതാ വഴി നല്ല പിടിയില്ല. അതന്നെ എനിക്കറിയുള്ളൂ. ഇനിത് എവിടേക്കാണ് എന്താണെന്ന് പിടിയില്ല. എവിടെ പോയി കയറുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാറ് എവിടേക്ക് പോണേന്നുള്ളത്. നോക്കിയാ ബസ്സിന്റെ പള്ളിടിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? കുഴപ്പമില്ലാത്ത നല്ല നല്ല ഡ്രൈവർമാരായി അങ്ങനെ ഉണ്ടാവും. കൊണ്ട് കയറ്റിയാലും ഒരു കുഴപ്പമില്ലല്ലോ. ഇന്നാള് നമ്മുടെ അമ്മലേരെ അവിടെ ഒരുത്തം വന്നിട്ട് പറഞ്ഞ പോലെ ഞാൻ കണ്ടില്ലാന്ന്. വണ്ടി കൊണ്ടിടിച്ച് ബാക്ക് ഇടിച്ചിട്ട് സെൽട്രോസിന്റെ ബാക്കിൽ കൊണ്ടൊരു ചാമ്പിട്ട് വന്നിട്ട് അവൻ പറയുന്ന ഡയലോഗ് ഞാൻ കണ്ടില്ലാന്ന്. അവനെന്നിട്ട് അമ്മലേരെ അവിടെ വന്നിട്ട് അവര് ബ്ലോക്ക് ചെയ്യുക ചെയ്ത പിള്ളേര് എന്നിട്ട് മീൻ നോക്കുക. നമ്മൾ ബസ് ഓടിക്കണവര് മൊത്തത്തിൽ കുറ്റം പറഞ്ഞല്ലോ. ചിലര് അങ്ങനെയാണ്. ഒരു 100-ലൊരു 95% നല്ല രീതിയിൽ വണ്ടി ഓടിക്കണവരാ. ഒരു 5% അപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഇവിടുന്ന് റൈറ്റാന്ന് തോന്നുന്നു. വീണ്ടും മറ്റേ തൃശ്ശൂര് കൊടുങ്ങല്ലൂർ ഹൈവേലനെ വന്ന് കയറി. അത് വേറെ ഒന്നുമില്ല. അവിടെ നിന്ന് നമ്മൾ ആ റൈറ്റ് തിരിഞ്ഞ് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൊന്ന് മുട്ടും. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡിലേക്ക് തന്നെ. അധികം ദൂരം ചുറ്റാനൊന്നുമില്ല. അവരിപ്പോ നമ്മളൊക്കെ പാസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളോ. ഒയ്യോ കാട്ടവളോക്കടപ്പോ. അങ്ങനെ നമ്മള് അമലേരവിടെ എത്താറായി. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അച്ഛനെ ഒരു ഹായ് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.